പോവും. പക്ഷെ ഇവിടുത്തെ പ്രാധാന്യം വെച്ചാൽ ചങ്ങണകുന്നത്ത് വരുന്ന വേല ഞങ്ങളുടെ വേലകൾക്ക് ഞങ്ങളുടെ പടിക്ക് വന്നിട്ട് നിൽക്കും. അപ്പോ ഇവിടെ വന്നാൽ കൊട്ടാരം കുളങ്കര എന്ന് പറഞ്ഞ താഴെ തന്നെ 2 വീട്ടുകാരുണ്ട്. അവർ വന്നിട്ട് ഞങ്ങളെ സ്വീകരിക്കാൻ വരുന്നു. അതുപോലെ മറ്റ് കാള കമ്മിറ്റിക്കാരും അമ്പല കമ്മിറ്റിക്കാരും ഊരാളന്മാരൊക്കെ സ്വീകരിക്കാൻ വരുന്നു. എന്നിട്ട് ഞങ്ങളെ ഈ പൂരം ഇവിടെ നിന്ന് ഇറങ്ങുന്നതോട് കൂടിയിട്ട് ഒരുമിച്ച് ഞങ്ങൾ എല്ലാ പൂരങ്ങളും കൂടിയിട്ട് അമ്പലത്തിലെത്തുന്നു. അമ്പലത്തിലെത്താൻ സമയത്ത് ആദ്യം തന്നെ ഇവിടുത്തെ ഈ പറയ വെളിച്ചപ്പാട് അവിടുത്തെ കാളകളെ അരിയെറിയുന്നു. കാളകളെ പറയ വെളിച്ചപ്പാട് അരിയെറിഞ്ഞാൽ അവിടുത്തെ കാളകൾക്ക് ജീവൻ വരും എന്നാണ് നമ്മുടെ ദേവീ സങ്കല്പം. പിന്നെ അമ്പലത്തിലോട്ട് കയറുന്ന കാളകള് ജീവനുള്ളതാണ് എന്നാണ് നമ്മുടെ സങ്കല്പം. അത് ഏകദേശം സത്യമാണ് എന്നും വിശ്വാസം മാത്രമല്ല, അതൊരു സത്യം തുറന്ന സത്യം തന്നെയാണ്. എന്നിട്ട് ഞങ്ങള് ഈ ആദ്യമായിട്ട് ഇപ്പോ മറ്റ് അമ്പലങ്ങളിലെ പോലെയല്ല, ഇവിടുത്തെ കടപ്പുറമത്തുകാവില് പറയ വേല ആദ്യം കളിച്ച് കയറിയതിനു ശേഷം മറ്റുള്ളവരെയൊക്കെ സ്വീകരിച്ച് വരുത്തുക എന്നാണ്. അതോടുകൂടി നമ്മുടെ പകൽപൂരം സമാപിക്കുന്നു. വെടിക്കെട്ടോടെ കൂടി പകൽപൂരം സമാപിച്ചാൽ പിന്നെ രാത്രി വേല, പണ്ട് ഞങ്ങൾ ഇതേ വേഷം തന്നെ കെട്ടിയിട്ട് പാതിരവേല ഉണ്ടായിരുന്നു. ആ പാതിരവേല നിർത്തി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ വെളിച്ചപ്പാട് വളരെ നേരത്തെ കുട്ടും കുരവുമായിട്ട് ആ കാളകളെ അരിയെറിഞ്ഞ് പ്രതിഷ്ഠം വെച്ച് അരിയെറിഞ്ഞാൽ മാത്രമേ വീണ്ടും കാളകളെ തിരിച്ചു തൊഴാനുള്ളൊരു ഭക്തിയോടുകൂടി അവസാനിക്കണമെങ്കിൽ നമ്മുടെ കാളകളെ നമ്മുടെ വെളിച്ചപ്പാട് അരിയെറിഞ്ഞതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. അതായത് അതങ്ങനെ ഒരു ആചാരം എന്ന് വെച്ചാൽ അത് വളരെ ഭക്തിയാദരപൂർവ്വം ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് കാളകളൊക്കെ തിരിച്ചു പോയാൽ ഭഗവതിയുടെ മുന്നിൽ നിന്ന് ഞങ്ങൾ ആറാടി, ഞങ്ങളുടെ ഇതേപോലെ 2 വെളിച്ചപ്പാടും ചെണ്ടയും മരം ഇത്തരം ഭൂതങ്ങളായിട്ട് ആറാടിക്കൊണ്ട് ഞങ്ങൾ വരുന്നു. അപ്പോ കുടയിലൂടെയും വാളിലൂടെയും ജലമ്പിലൂടെയും പാട്ടും പാടി തോറ്റങ്ങൾ പറഞ്ഞു വരുന്ന ഭഗവതിയെ വീണ്ടും ഞങ്ങളുടെ ഈ ക്ഷേത്ര സന്നിധി ഞങ്ങളുടെ മണ്ഡപങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു എന്ന സങ്കല്പത്തിലാണ് ഇന്നും ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയാനും ഇതിൽ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന രീതിയിൽ വിശദമായിട്ട് എനിക്ക് അറിയുന്ന രീതിയിൽ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഈ ഒരു ഭാഗ്യത്തിന് അമ്മയോട് ഞാൻ കൃതാർത്ഥനാണ്. 41 ദിവസം ഞാൻ കാവിൽ പോവാറുണ്ട്. കൂത്താറ്റ് ഒരാഴ്ച ദിവസമൊക്കെ പോവും. പക്ഷെ